ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ സമ്മിശ്ര പ്രതികരണവുമായി ഇടുക്കിയിലെ രാഷ്ട്രീയ നേതൃത്വം. ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉതകുന്ന ബജറ്റാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഇന്ന് അവതരിപ്പിച്ച മൂന്നാമത്തെ ബഡ്ജറ്റെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം. നിരാശയിലുള്ള ഗവൺമെന്റിന്റെ നിരാശനായ ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ജില്ലയ്ക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ലെന്ന് UDF നേതൃത്വം പ്രതികരിച്ചു. ജില്ലയ്ക്ക് യാതൊരുവിധ പ്രയോജനവും ചെയ്യാത്ത ബഡ്ജറ്റാണ് ഇത്തവണത്തേതെന്നാണ് NDAയുടെ പ്രതികരണം. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമുള്ള ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് കേരള സംസ്ഥാനത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് ഒട്ടേറെ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളുണ്ടായിട്ടുള്ളത്. അടുത്ത 3 വർഷം 3 ലക്ഷം കോടി രൂപയുടെ വികസനമാണ് കേരളം ലക്ഷ്യം വെക്കുന്നത്. 5000 കോടി രൂപയുടെ ടൂറിസം വികസന പദ്ധതികൾ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും. കേരളത്തിൽ ഇനി അങ്ങോട്ട് ഭാവി വികസനത്തിനും വളർച്ചയ്ക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായി ഗവൺമെൻറ് കാണുന്നത് ടൂറിസമാണ്. ആ ടൂറിസം മേഖലയിൽ 5000 കോടി രൂപയുടെ വികസനം. ഇടതുപക്ഷങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ ലൈഫിന് 1132 കോടി രൂപ. തീർച്ചയായിട്ടും ഭവനരഹിതർക്ക് എല്ലാവർക്കും ഭവനമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ, ശബരിമല എരുമേലി വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ, അങ്ങനെ എടുത്തു പറയത്തക്ക ഒട്ടേറെ നേട്ടങ്ങൾ. ഇടുക്കി ഡാം, ചരിത്രത്തിലാദ്യമായി ഇടുക്കി ഡാമിൻ്റെ വികസനത്തിനും ഒക്കെയായി രണ്ടാമത് ഡാമെന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ വൈദ്യുത ഉൽപ്പാദനത്തിനും ടൂറിസത്തിനും വളർച്ചയ്ക്കുമായി ഇടുക്കി പ്രത്യേക പദ്ധതി വെച്ചിരിക്കുന്നു. കർഷകരെ നല്ലപോലെ കരുതിയ ഒരു ബജറ്റാണ്. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് ഇടുക്കി ജില്ലക്കാരെ സംബന്ധിച്ച് സമ്പൂർണമായ നിരാശ ഉളവാക്കുന്ന ബഡ്ജറ്റാണ്. ഇടുക്കി ജില്ലയ്ക്ക് കാര്യമായ ഒരു പ്രാധാന്യവും ഈ ബജറ്റിലൂടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2-3 ഘട്ടങ്ങളിലായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇടുക്കിക്ക് വേണ്ടി പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. ആദ്യം 5000 കോടി രൂപയും അതിനുശേഷം കോവിഡാനന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപയുടെ പാക്കേജും. മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കട്ടപ്പനയിൽ വന്ന് ഇടുക്കിയിലെ സമ്പൂർണ്ണ വികസനത്തിനായി 12000 കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജും പ്രഖ്യാപിച്ചു. ഈ 5000-ൻ്റെയും 1000-ൻ്റെയും 12000-ൻ്റെയും മൊത്തം 18000 കോടി രൂപയുടെ പാക്കേജുകൾ ഇന്ന് വരെ അതിനായിട്ട് 1 രൂപ പോലും മുടക്കിയിട്ടില്ല. ഇതൊരു നിരാശ ബാധിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെയും നിരാശ ബാധിച്ച ഒരു ധനകാര്യമന്ത്രിയുടെയും ഒരു ജൽപ്പനം പോലെ ഈ ബഡ്ജറ്റ് നിൽക്കുകയാണ്. ഇത് അടിസ്ഥാന വികസന മേഖലയ്ക്ക് യാതൊരുവിധ കരുതലും ഇല്ലാത്ത ബഡ്ജറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കേരളത്തിൻ്റെ ബഹുമാനായ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ച കേരള ബഡ്ജറ്റിൽ ഇടുക്കി ജില്ലയോട് പാടെ ഒരു അവഗണനയാണ് കാട്ടിയിട്ടുള്ളത്. ഇടുക്കിയിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടൂറിസം മേഖലയ്ക്കും അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്കുമുള്ള എന്തെങ്കിലുമൊക്കെ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്ന് ജനങ്ങൾ കരുതിയിരുന്നതാണ്. പക്ഷേ ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയെയും അതുപോലെ തന്നെ ടൂറിസം മേഖലയെയും പാടെ അവഗണിക്കുന്ന തരത്തിലാണ് ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ബഡ്ജറ്റ് ഇടുക്കിയിലെ ജനങ്ങളോടുള്ള അവഗണന മാത്രമല്ല, ഇടുക്കിയിലെ ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളി കൂടിയാണ്.